തിരക്കിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒറ്റ മൈൻഡിൽ ഇങ്ങോട്ട് പോകുന്നു. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. A few moments later. ഞാൻ വിടുന്നോളാം, നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വാ. അമ്മ പറയണത് നമ്മളെ ഓടിക്കണെങ്കിൽ അമ്മ വരില്ലെന്നാണ്. പോയി കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് ലൈസൻസും കിട്ടിയിരിക്കണം. ഗൈസ് നിങ്ങൾ പറയും നമ്മള് ഓടിച്ചോടിച്ച് വഴിയും കൂടെ അറിയാൻ പാടില്ല. എന്നിട്ടാണ് കേറ്റം കഴിഞ്ഞിട്ട് ഒതുക്കപ്പേ ആ ഫോൺ തന്നെ ഞാൻ പിടിച്ചോളാം, നീയൊക്കെ എടുക്കണ്ടേ. ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിശാലമായ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓടിച്ചു പഠിക്കണം ഗൈസ്. ഇവർക്ക് രാവിലെ ഐലൻഡിൽ പോയി എനിക്ക് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആയിട്ട് ഇവിടെ കുത്തിയിരിക്കുന്ന നമ്മളപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാനിവിടെ ഇറങ്ങിന്നോളാം. നിങ്ങൾ പോയി ഓടിച്ച് പഠിച്ചു പോയിക്കട്ടെ. ഇത്രയും നേരം ഇങ്ങനെയല്ലായിരുന്നു. വ്ളോഗ് തുറന്നു. അതല്ല, ഇപ്പൊ മനസ്സമാധാനത്തിന്റെ പുറത്തോട്ട് വന്നത്. വണ്ടി ഓടിക്കാൻ പോകുന്ന നല്ല മക്കളൊക്കെ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് പോണോ? ഓൺ ഫ്ലോർ കേറി ഇറങ്ങി ഇവിടെ ഓടിക്കണ്ടേ. വളപ്പ തിരികെ ഇവിടെ നീ രാവിലെ എഴുന്നേറ്റ് ഐലൻഡിൽ പോയി പ്രാക്ടീസ് ചെയ്യല്ലേ. എല്ലായിടത്തും എന്തൊരു സൗണ്ട് പുറകിന് സൗണ്ട് കേക്കണേ. നമ്മുടെ പ്രാക്കാണെന്ന് എന്തോ പറ്റി. സ്റ്റാർട്ടാവണില്ല. അയ്യോ ഇസബൂന് പൂട്ടിയാ. ഇസബൂന് ഇറക്കടി. എന്താപ്പേ പണിപാളിയാ? എന്താ പറ്റി? സിന്ധുവിന്റെ പ്രാക്കാണ്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബ്ലോഗ് എടുക്കലെന്ന് പറയാട്ടെ. നീ എന്തിനാ ബ്ലോഗ് എടുക്കണം? ഈ സാധനം ബ്ലോഗ് എടുക്കണെന്നൊക്കെ പറഞ്ഞാട്ടെ. ഇപ്പേ എന്നെ കുറ്റം പറയാൻ വേണ്ടി എനിക്ക് കണ്ടുപിടിക്കാനില്ല. പിന്നെ എത്ര വയസ്സായി ഓർത്താ വണ്ടി ഒന്ന് ഓഫായി പോയി ഗൈസ്. അപ്പൊ നമ്മള് കറക്റ്റ് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് വരാം. അയ്യോ ഒരാൾ കിടക്കണം. പണ്ട് തണുപ്പുണ്ട് ഇവിടെ. തണുപ്പുണ്ട്. പണ്ടത്തെ തറ. അയ്യോ ഒന്നും അറിയിട്ടില്ല പാവം. ഞാൻ അപ്പൊ ഇങ്ങോട്ട് വന്നത് എടുക്കണോട്ടെ. ഞങ്ങള് കപ്പ ബിരിയാണി വാങ്ങിച്ച്. അപ്പൊ ഞാൻ എന്തോ അച്ഛൻ നോമ്പ വണ്ടി ഓണാകുന്നില്ല. നമ്മുടെ പ്ലേസ് ഇവിടെ. നമ്മൾ അടുക്കോ നമ്മുടെ കൊച്ചി ലൈഫിൽ നിന്നും ഇങ്ങോട്ട് നല്ല നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ശൂലം വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളച്ചാട്ടം ഇല്ല ഗൈസ്, വേനലായതുകൊണ്ട്. വെള്ളം ഉണ്ടാവൂലെന്ന്. ഞാൻ പറഞ്ഞ അപ്പുറത്ത് അവിടെ മറ്റേ വെള്ളമൊക്കെ കാണാൻ പറ്റും. ആ സൈഡ് നല്ല പച്ച വെള്ളം, പച്ച തെളിഞ്ഞ എന്താണ് ഫോറിൻ രാജ്യത്തൊക്കെ ഉള്ള സത്യം. നമ്മള് ഫോറിൻ രാജ്യത്ത് വന്നേക്കണേന്ന്. ആറ്റത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ വ്യൂ ഒക്കെ കഴിഞ്ഞ ബിരിയാണി നൈസ്. ഹായ് നല്ല രസോട്ടോ ഇവിടെ. ആ ഭാഗത്ത് എന്താ അവിടെ നോക്കിയില്ല എന്താന്ന്. അവിടെ എന്താ നോക്കിട്ടെ. മലയുണ്ട്, കാടുണ്ട്, കാറ്റുണ്ട്. അവര് പോണേ അവിടെ നിന്ന് അങ്ങാട് പോയാൽ മതിയായിരുന്നു.
എങ്ങോട്ട് പോണ്? എന്റെ ബാഗ് എടുത്തില്ലേ? ബാഗിൽ വെപ്രാളം. കപ്പ ബിരിയാണി അവൾക്ക് വെള്ളം വേണം. ഗായ്സ് ഇവിടെ അപ്പൊ അപ്പനും മോളും കൂടെ നമ്മന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും പോസ്റ്റായി. ഇസബൂന് ഇപ്പൊ കൊടുക്കും. അങ്ങനെ പ്രലോഭിക്കാൻ പാടില്ല തന്നെ, ചെകുത്താനാണത്. അയ്യോ ഒരാളിവിടെ കിടന്നു. അപ്പൊ ഗൈസ് ഇവരുടെ കപ്പ ബിരിയാണി കഴിക്കണം. അടിപൊളി ചൂട് കപ്പ ബിരിയാണി. എങ്ങനെയുണ്ട്? ഇവിടെ ഒരുത്തി ചിക്കൻ ബിരിയാണി കഴിക്കാം. കാട്ടിലിരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട സുഖം വേറെ. എടി കാട്ടുവാസി. ഞാനും അച്ഛൻ ഇങ്ങനെ എന്താ പറയാ വിശന്ന് കത്തിയിരിക്കുകയാണ്. ഞാൻ പിന്നെ ഒന്നും കഴിക്കൂല. അച്ഛന് പച്ചക്കറി ഇല്ല, വെള്ളച്ചോറ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാലഡ് അച്ചാറും കൂട്ടി കഴിക്കും. ഇവർക്ക് ഇപ്പൊ എന്റെ ഫുഡിന്റെ വില ഇപ്പഴാ മനസ്സിലാവണം. അയ്യോ താഴത്തോട്ട് വീഴത്ത്. എവിടെ? അച്ഛനോട് ഇട്ടോ. ഇസബൂര് ഇഷ്ടമാണത്. മഴക്കാറ് വന്നിട്ടോ പുളി. വാപ്പേ പോരി. വാപ്പുവാ നമുക്ക് വാപ്പേ. നീ അതിനെന്തിനു കൊണ്ടാണ്? അതിനെന്തിനാണ്? നമ്മൾ കൊച്ചരിക്കൽ കേസിലെത്തി. ഒരു മരം നീ എങ്ങാട് പോണേണ്? ഡ്യൂപ്ലിക്കേറ്റ് കൊടൈക്കനാൽ ഞങ്ങൾ എത്തിയതാണ്. ഇവിടെ ഏകദേശം കൊടൈക്കനാലൊക്കെ പോലെ ഉണ്ട്. നോക്കട്ടെ കുഞ്ചു. പിടിച്ചോട്ടാടി. കൊള്ളാട്ടാ. കൊടൈക്കനാലൊന്നും പോണ്ട, നമുക്ക് ഇവിടെ വന്നാൽ മതിയല്ലോ. ക്ഷീണിച്ച് ഒരാള് ക്ഷീണിച്ചിരിപ്പോക്കെ. കുടിവെള്ളോ? ആണോ? കാലിക്കുപ്പിയുണ്ടടി. ഓ നല്ല തണുപ്പ്. ഓ അല്ല അത് ഫിൽറ്റർ ചെയ്ത് തന്നെ വെള്ളോടി. ഭൂമിക്ക് അടിയുന്നു തന്നെ വെള്ളം ഒഴുകണണ്ട. ഫിൽറ്ററിങ് ഭയങ്കര ഫിൽറ്ററിങ്. കുപ്പിയാടി. ഓ ഇവിടുത്തെ വ്യൂ പൊളി. അയ്യോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ കൊച്ചരിക്കൽ കേവ്സിന് ഉള്ളിലാണ് ഗൈസ്. മെൽറ്റൊക്കെ ഊരിട്ടേക്കണേ. വീഴോട്ട തെന്നി വീഴല്ലേ. ഇസ എവിടെ? കാലൊന്ന് അയച്ചു നോക്കിയ തൊട്ട് നോക്കിയത്. കമോൺ ഇറങ്ങിക്കോ. എന്നെ എവിടെ ഇറക്കിയേക്കാണ്. തണുക്കണണ്ടടി. ഓടി 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 ഓടുക 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 ഓടുക. തണുക്കോ നീന്താ കാലിട്ട് ഇങ്ങനെ നീന്താണ്. ഇച്ചിരി കൂടെ ആരുണ്ടായിരുന്നു നീന്തോള്. എക്സ്പ്ലോർ ചെയ്തിട്ടാ റോബോക്കുന്റെ അവിടെ ഇരുന്നു സാർ. ഇങ്ങോട്ട് പോണു. ഇഷ്ടപ്പെട്ടു കളിക്കണേ മുയല്. അവക്ക് കളിക്കാൻ നോക്കിയിരിക്കണ എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ? കൊറേ നേരം വീട്ടില് ചക്ക ഉണ്ടെങ്കിൽ നമ്മക്ക് ഇഷ്ടല്ല. ഇറക്കിട്ടാണ് വാങ്ങിയത് ഇത്. ചക്ക വേണം എനിക്ക്. ഇവിടെ
പഴുക്കും കഴിക്കണം 2 ദിവസം കഴിഞ്ഞിട്ട് മോള് കഴിച്ചു. നല്ല സൂപ്പർ. 2 ദിവസം വീട്ടിലിരിക്കും അല്ലേ? 2 ദിവസം വീട്ടിലിരുന്നിട്ട് നിങ്ങൾ മുറിച്ചു. ചതഞ്ഞ ചീയൊന്നുമില്ല. ഗ്യാരണ്ടി. മഴ പെയ്തു കഴിച്ചു. അങ്ങനെ പെയ്ച്ചു കഴിച്ചു. പോയ ക്ലൈമറ്റ് അടിപൊളിയാണ്. മഴ കാണണ മഴ പെയ്തല്ലേ? ചൂട് കുറഞ്ഞു കിട്ടി മഴ പെയ്ത. അപ്പത്തെ നല്ല ചൂട് ചായ കുടിക്കാൻ. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ വീടെത്താറായപ്പോ ഒരു ഐസ്ക്രീം വേണമെന്നാണ്. ഇവരന്ന് അവിടെ വെച്ചൊക്കെ ഐസ്ക്രീം ചെന്നിട്ട് വേണം കഞ്ഞി വെച്ച് കുടിക്കാൻ. കഞ്ഞി കുടിക്കണം. അതെനിക്ക് സുഖമായിട്ടാണെന്ന് പറഞ്ഞു. എത്ര നല്ല നമ്മുടെ കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. നിങ്ങളോട് ചിരിക്കാനുള്ള പറഞ്ഞ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. അയ്യോ വീട്ടിൽ പോയിട്ട് സുഖമായിട്ടാണ് ഞാനില്ലാണ്ട് ഇവര് പോവും. പോവും. ഡയലോഗ് ഉണ്ട്. അതൊക്കെ വെറുതെ പോയിക്കോന്ന് പറയും. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോണെങ്കിൽ ഈ കുഞ്ഞിപ്പിള്ളേരെ കൊണ്ടുപോയാല് ഭയങ്കര ശല്യമായിരിക്കും. ഇതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെയാണ് ഐസ്ക്രീം ചൂട് ഐസ്ക്രീം കഴിക്കണേ. ഇത് വന്നപ്പോ വിചാരിച്ചാ ചോക്ലേറ്റ് കഴിക്കാം. അച്ചോടെ പോയി. അപ്പയും പോയാ രണ്ടാമത്തെ തവണ വണ്ടി ഓടിച്ചിട്ടോളാ. എവിടെ പോണ? അവിടെ ഇരിക്ക്. അപ്പൊ വണ്ടി ഓടിച്ചിട്ട് ഞാൻ മറന്നുപോയത്. ഞാൻ ഒട്ടിക്കട്ടെ. ചാടിപ്പോയി ഇവിടെ എനിക്ക് വണ്ടി ഓടിച്ചത് പേടിയാണ്. എന്താണ് ഗിയറൊന്ന് മാറ്റട്ടെ. എങ്ങനെയൊക്കെ പേടിക്കാവോ? അതല്ല പറഞ്ഞത്. ഇത് ഈ വണ്ടി ഇപ്പൊ ചിലപ്പോ ഓടിപ്പോയ എന്ത് ചെയ്യും? എടാ മനുഷ്യ താൻ വണ്ടി ഓഫ് ചെയ്തിട്ട് പോണു. നീ വന്നിട്ടേ അത് ഓടിപ്പോയാ എന്ത് ചെയ്യും? ഇവളാണെങ്കിൽ പറയുന്നത് ചവിട്ടിത്തള്ളത്. അടിവിട്ടോടാലോ എല്ലാം അറിയണ്ടേ? സബു ഒന്നും ഉറങ്ങിയിട്ടില്ല. അതെ പുറകിലോട്ട് പോണ. പുറകിലോട്ട് പോണ്ടല്ല. ആദ്യം പറഞ്ഞേ ഞാൻ വണ്ടി ഓഫ് ചെയ്യാണ്ട് പോയാ ഓർത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ താൻ ഇവിടെ ഇപ്പഴേ പെട്ടെന്ന് ഓടിപ്പോയെന്താ? അവള് പോയി മേടിക്കാന്നല്ലേ പറഞ്ഞത്. ഇങ്ങോട്ട് ഓടിക്കാൻ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.